ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്കൊരു ജോലി വേണം എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റിവെക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം നിരവധി ഉദ്യോഗാർത്ഥികൾ അവരുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് ഇന്ന് ജോലിക്ക് കയറിയത് ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. ആ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഈ 3 കാര്യങ്ങൾ എന്നേക്കുമായി നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പഠിച്ചു പോയിക്കോ. ഉറപ്പായിട്ടും LDC ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിലേക്കും അതേപോലെ തന്നെ ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും ആദ്യത്തെ 100 റാങ്കുകളിൽ നിങ്ങളുടെ പേര് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അതായത് നമ്മളൊരു എക്സാമിനെ കുറിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുക മനസ്സിൽ. അതായത് ആ ഒരു എക്സാം എങ്ങനെയായിരിക്കും വരുന്നത്, അതിൻ്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, SCRTയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും, NCRTയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും, റാങ്ക് ഫയൽ പഠിച്ചാൽ മതിയോ, അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഏതൊക്കെ കേൾക്കണം, ഇംഗ്ലീഷ് മാത്സ് മലയാളം അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, കറണ്ട് അഫയേഴ്സ് ഞാൻ 2021 മുതൽ 2024 വരെ പഠിക്കണോ, അതെയോ 2024 മാത്രം മതിയോ, അതെയോ ഇനി 2023-24 മതിയോ, അങ്ങനെ ഒത്തിരി സംശയങ്ങളും ഒത്തിരി ചിന്തകളും. നമ്മൾ ശരിക്കും ആ എക്സാമിനെ കുറിച്ച് നമ്മളാണ് അത്രയും ഭീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അത് എന്നേക്കുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിനെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് എന്നേക്കുമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യം തന്നെ ഒന്ന് മാച്ചു കളയാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ, അവോയ്ഡ് അൺവാണ്ടഡ് ഡിസ്കഷൻ ഫ്രണ്ട്സ് റിലേറ്റീവ് PSC ആസ്പിറൻസ്. അതായത് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്ത് അതിൻ്റെ ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുമ്പോൾ മാത്രമേ അറിയാൻ പാടുള്ളൂ നമ്മൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ എല്ലാവരുടെയും പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു PSC കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സിനോ നമ്മൾ ജോയിൻ ചെയ്യും. അന്ന് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്തായിരിക്കും, എക്സാം സ്റ്റഡി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ്. അതേപോലെ തന്നെ എന്താണ്, ഇനി മുതൽ എന്നെ ഒരു പരിപാടിക്കും വിളിക്കരുത്, ഞാൻ പഠിക്കാനായിട്ട് പോവുകയാണ്, PSCയുടെ LDC വിളിച്ചിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തേണ്ട, ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനുകളിൽ ഞാൻ ജോയിൻ ചെയ്തേണ്ട, അല്ലെങ്കിൽ ഇന്ന കോച്ചിങ് സെൻറ്ററിൽ ഞാൻ പഠിക്കാനായിട്ട് പോവുകയാണ്, ഇനി എന്നെ ഈ വക പരിപാടികൾക്കൊന്നും വിളിക്കാൻ പാടില്ല, ദൈവത്തെ വിചാരിച്ച് എന്നെ പഠിക്കാനായിട്ട് അനുവദിക്കണമെന്നുള്ള ആ ഒരു പ്രഹസനം നിർത്തിക്കോ. അങ്ങനെ ഒരു പരിപാടി നമുക്ക് വേണ്ട മക്കളെ. കാരണം നമ്മൾ പഠിച്ച് നമ്മളൊരു ലിസ്റ്റിൽ വന്ന് അതിൻ്റെ ജോലി കിട്ടാറാവുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്താണ് PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താണ്, ഈ പറയുന്ന നമുക്ക് എന്താണ്, അഡ്വൈസ് വന്നു, അതിനുശേഷം എന്താണ് 3 മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും. അപ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി. അഡ്വൈസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയാം, ഞാൻ PSCക്ക് വേണ്ടിയിട്ടൊന്ന് നോക്കാനായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ PSC എക്സാം അത്യാവശ്യം ടഫൊക്കെയാണ് എങ്കിലും അതിനുവേണ്ടി ഒന്ന് നോക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എന്താണ്, 3 മാസത്തിനുള്ളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും, നമ്മൾ സെറ്റിലായി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു പരിപാടികൾക്കും പോകാനായിട്ട് പറ്റത്തില്ല. ഒരു കല്യാണത്തിനോ അതേപോലെ ഒരു ഹൗസ് വാമിങ്ങിനോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ 4 ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ചെന്നാലും നിങ്ങളെ അവിടെ ഒന്നും അടുപ്പിക്കത്തില്ല. കാരണം ആളുകൾ വന്ന് ചോദിച്ചു തുടങ്ങും, എന്തായി, ലിസ്റ്റ് വന്നോ, ജോലി കിട്ടുമോ, ഇനി എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, വെറുതെ ഇരിക്കുകയാണോ, എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ആകെ നമുക്ക് സമാധാനപരമായി പോകാൻ പറ്റുന്ന ഒരേ ഒരിടം എന്ന് പറയുന്നത് അത് മരണ വീട് മാത്രമായിരിക്കും. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നേരെ വന്ന് എന്താണ് ബോഡി കാണുന്നു, ഒന്ന് ജസ്റ്റ് തല കുനിക്കുന്നു, അവിടെ നിന്ന് നമുക്ക് സ്കൂട്ടാവാം. ബാക്കി ഒരു സ്ഥലത്ത് ചെന്നാലും നിങ്ങളെ ആരും വെറുതെ വിടില്ല.
പൊതിരെ കൂടി നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, ഈ വക ചോദ്യങ്ങളിലെല്ലാം ഉത്തരം നൽകേണ്ടി വരും. എന്നേക്കുമായിട്ട് ഈ പറയുന്ന ആഘോഷങ്ങളും അതേപോലെ തന്നെ ഉത്സവങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അഡ്വൈസ് വന്നതിന് ശേഷം മാത്രം PSC പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. ഓക്കെ, അത് എപ്പോഴും എല്ലാവരും, ഇപ്പോൾ എൻ്റെ അടുത്തും പറയാറുണ്ട്, സാറേ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് എന്താണ്, എനിക്ക് നെഗറ്റീവാണ്, എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല. ചിലപ്പോൾ ഒരാഴ്ച ഞാനിരുന്ന് പഠിക്കും, ഒരാഴ്ച കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഞാനിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫ്ലോ മൊത്തം പോയി സാറേ, ഇനി എനിക്ക് മുന്നോട്ടേക്ക് ഇനി എങ്ങനെയാണ് പഠിക്കാനായിട്ട് പറ്റണില്ല സാറേ, ഞാൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്, പിന്നെ എന്ത് ചെയ്താണ് പഠിക്കാൻ പറ്റണില്ല സാറേ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യും സാറേ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചോട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ആളുകൾ, കുറച്ച് ആളുകളുണ്ട്, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഇറങ്ങുന്ന റാങ്ക് ഫയലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കുകൾ, ഇങ്ങനെ സാധനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, കണ്ടു കഴിഞ്ഞിട്ട് അതെല്ലാം വാങ്ങിക്കൂട്ടും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് എല്ലാ പ്രാവശ്യവും വരയ്ക്കുന്നത്, അതായത് എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടാവും, ഒരു ചുമന്ന മഷിപ്പേന. തുടക്കക്കാരുടെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞേ, ഒരു നീലമഷി, ഒരു കറുത്ത മഷി, ഒരു പച്ച മഷി, പിന്നെ 4 തരം ഹൈലൈറ്റർ. അതായത് ഒരു പച്ച ഹൈലൈറ്റർ, അതേപോലെ ഒരു ഓറഞ്ച് ഹൈലൈറ്റർ, അതേപോലെ ബാക്കിയുള്ളത്. പിന്നെ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല വില കൂടിയ ഒരു ഡയറിയും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ, ഡയറിയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 6 മന്ത് ഡ്യൂറേഷൻ മാക്സിമം, അത്രയ്ക്കൊന്നും എത്തത്തില്ല. അതിക്ക് മുമ്പ് യാഥാർത്ഥ്യം മനസ്സിലാവും, ഈ പറയുന്ന പരിപാടികൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മക്കളെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അതായത് നമ്മളാണ് നമ്മുടെ കോൺഫിഡൻസ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അടുത്ത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് അവർക്ക് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. ചില ആളുകളുണ്ട്, അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് അവർക്ക് ചിലപ്പോൾ എന്താണ് എന്നേക്കുമായിട്ട് ഈ പറയുന്ന PSC ഒന്നും കിട്ടാത്ത ആളുകളും അല്ലെങ്കിൽ ഇതൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളുമാണെങ്കിൽ അവർ പറയുന്ന ഓരോ കമൻസും, ഈ പറയുന്ന പുതിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും പഠിച്ചൊരു പകുതിയായ ഉദ്യോഗാർത്ഥിയാണെങ്കിലും എന്നേക്കുമായിട്ട് അവന് പെൻസിലും പേനയും ഓടിച്ച് അവിടെ നിന്ന് ബുക്കും കത്തിച്ച് പോകാനുള്ള ലെവലിലായിരിക്കും അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് പഠിക്കുന്നത്, അപ്പോയിന്റ്മെന്റേ നടക്കുന്നില്ല, അതേപോലെ തന്നെ എന്താണ്, ഗവൺമെന്റ് നഷ്ടത്തിലാണ്, ആര് കാശ് തരും, സാലറി പോലും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് കഴിവതും മക്കളെ നിങ്ങൾ പോകാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, PSC പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരു അഡ്വൈസ് വന്നതിന് ശേഷം മാത്രം മറ്റുള്ള ആളുകളുടെ അടുത്ത് കൊട്ടി ആഘോഷിക്കുക. കാരണം നമ്മുടെ ലൈഫാണ്, നമുക്കൊരു ജോലിയാണ് വേണ്ടത്. അതുവരെ നമുക്ക് സമാധാനത്തോടു കൂടി പഠിക്കാനുള്ള ഒരു അവസരവും ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വക ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്, അഡ്വൈസ് വന്നതിന് ശേഷം മാത്രം എന്തു പറയുക, ഞാൻ PSC പഠിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ പറയും, നീ ഇത്രയും നാളും പിന്നെ എന്ത് കാണിക്കാനാണ് ഈ പരിപാടിക്ക് നടന്നത്, ഇതുവരെയായിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലോ, പിന്നെ നീ എന്തിനാണ് പോണേന്ന് അവസാനം നമ്മുടെ വീട്ടുകാർ വരെ നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരും. അതൊക്കെ നമുക്ക് താങ്ങാവുന്നതിനും അങ്ങേയറ്റത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചില വാക്കുകൾ മതി മറ്റുള്ളവരുടെ ലൈഫിൽ അവരെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ചില വാക്കുകൾ മതി അവർക്ക് എന്നേക്കുമായിട്ട് ജീവിതം തന്നെ ഉപേക്ഷിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുന്നത് 3 തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ PSC പഠിക്കുന്നത് ഉള്ളത്. അപ്പോൾ ആ 3 ഉദ്യോഗാർത്ഥികളിലേക്കും പോയതിന് ശേഷം ആ എക്സാമ്പിളുകളിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് PSC ആസ്പിറൻസ് ടൈപ്പ് 1 കാറ്റഗറിപ്പെട്ട ആളുകളിലേക്ക് നമുക്ക് നോക്കാം. PSC സ്റ്റാർട്ട് ചെയ്യുകയാണ്. PSC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും അങ്ങനെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഇന്ന കോച്ചിങ് സെന്ററിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവാണ്, LDC നോട്ടിഫിക്കേഷൻ വന്നു, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഗംഭീര പഠനമായിരിക്കും, എന്നെ ഒരു പരിപാടിക്കും വിളിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്.
അന്ന് അവരുടെ കയ്യിൽ പഠിക്കാനായിട്ട് ഒരു റാങ്ക് ഫയലും അതേപോലെ തന്നെ എന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ചിലപ്പോൾ ആ പറയുന്ന അവർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഓൺലൈൻ കോച്ചിനാണോ ചേരുന്നത് അവർ ചിലപ്പോൾ പറഞ്ഞൊക്കെ കൊടുക്കും. ചില ആളുകൾ പറഞ്ഞു കൊടുക്കും, ചിലവർ അത് പറഞ്ഞു കൊടുക്കത്തില്ല. ചിലവർ OMR ബുക്ക്ലെറ്റ് ഇപ്പോഴും പൂരിപ്പിക്കാൻ, അതായത് ബബിളി അറിയാൻ പാടില്ലാത്ത ആളുകൾ വരെ നിലവിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, PSC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു റാങ്ക് ഫയൽ വാങ്ങും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ആളുകളെ എന്താണ് കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ആരംഭം നമ്മൾ ഭയങ്കര ഗംഭീരമായിരിക്കും, അത് അവസാനം വരെ കൊണ്ടുപോകുന്നവർക്കാണ് ജോലി എന്നുള്ളത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, നിങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഉത്സാഹം നിങ്ങൾ എന്ന് ജോലി കിട്ടുന്നോ അന്ന് വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 30 ദിവസം മതി മക്കളെ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട്, കൂടുതലൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി പോകും, രക്ഷപ്പെടും. എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവും, നിങ്ങളുടെ ജീവിതം വേറെ ലെവലിലേക്ക് പോകും, നിങ്ങളെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകൾ രക്ഷപ്പെടും, എല്ലാവർക്കും സന്തോഷം വരും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യത്തില്ല, തുടക്കം അങ്ങ് കത്തിച്ചു വിടും, പിന്നെ എന്ത് ചെയ്യത്തില്ല, പിന്നെ പയ്യെ 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 പണ്ട് ഈ SC ലോറി കയറ്റം വലിക്കുമ്പോൾ ക്ലച്ച് താങ്ങി കരിച്ചു കളയണ അവസ്ഥയുണ്ട്, ആ ലെവലിലേക്ക് പോകും. കാരണം പിന്നെ എന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്തായിരിക്കും, PSC സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരു റാങ്ക് ഫയൽ ഉണ്ടാവും അവൻ്റെ കയ്യിൽ. റാങ്ക് ഫയൽ ഇങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ എന്താണ് അതും കൈ പിടിച്ചുകൊണ്ടാണ് ഫുൾ ടൈം നടക്കത്തുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ എന്ത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആപ്പിനെ വിശ്വസിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വിശ്വസിച്ച് ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ലെവലിൽ എന്ത് ചെയ്യാണ്, പഠിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാണ്. മിക്കപ്പോഴും എല്ലാവരുടെയും ട്വിസ്റ്റ് എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാവരുടെയും ഭാഗ്യമാകാം, അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകളുടെ ഭാഗ്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലവുമാകാം. എന്തായിരിക്കും ആ സമയത്ത് ആദ്യം തന്നെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും ഒരു 100% ഗ്യാരണ്ടിയാണ്. അത് മിക്കപ്പോഴും ഒരു യൂണിഫോം ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പോലീസ്, ഫയർമാന്, എക്സൈസ് അങ്ങനെയുള്ള തസ്തികകളായിരിക്കും നമ്മൾ ഈ ഒരു കോച്ചിങ് സെന്ററിലോ ഓൺലൈൻ ക്ലാസ്സിനോ ചേരുമ്പോൾ ആദ്യം വരുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ചാടി കയറി അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന ബുക്കുകൾ പഠിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലിസ്റ്റ് വരാൻ സമയമായി. അങ്ങനെ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് വരികയാണ്. നമ്മളപ്പോൾ ഈ പഠിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ഒരു റാങ്ക് ഫയൽ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് കുറെ വർക്കൗട്ട് ചെയ്തു. എല്ലാ ദിവസവും മരിച്ചു കിടന്നായിരിക്കും ക്ലാസ്സിൽ തന്നെ. അതിൻ്റെ കൂടെ തന്നെ എന്തായിരിക്കും, കമ്പൈൻ സ്റ്റഡി ഉണ്ടാവും. അങ്ങനെ ചെറിയ ലെവലിലൊക്കെ അതിവിടെ നിന്ന് ലിസ്റ്റിൽ വരും. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമ്മൾ ഫുള്ള് ഹാപ്പി. ഓക്കെ, അതായത് എന്താണ്, ഞാൻ എന്തായാലും ലിസ്റ്റിൽ വന്നു. അതായത് ഞാൻ പഠനം തുടങ്ങി ഏകദേശം 6 മാസമായേ ഉള്ളൂ, ഞാൻ ലിസ്റ്റിൽ വന്നു, ഞാൻ നേടി, ഞാൻ വലിയ സംഭവമാണ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ എന്ത് ചെയ്യാണ്, പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിൽ ലിസ്റ്റിൽ വന്നു 6 മാസത്തെ പഠനത്തിന് ശേഷം. അന്ന് നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. കാരണം നിങ്ങൾ എഴുതിയ എക്സാം എന്ന് പറയുന്നത് കട്ട് ഓഫ് 50-ൽ താഴെ വരുന്ന ഒരു എക്സാമാണ് നിങ്ങൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നിലവിലെ നമ്മുടെ PSC ആസ്പിറൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം പാവപ്പെട്ടവൻ്റെ IAS, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ലെവലിലുള്ള ഒരു LD ക്ലർക്കോ അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ BDO ഒന്നും അല്ല നിങ്ങൾ എഴുതിയേക്കണത്. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഫയർമാൻ, എക്സൈസ് ഒക്കെയാണ് എഴുതി നിങ്ങൾ ചിലപ്പോൾ ഒരു സപ്ലിമെന്ററിലായിരിക്കാം വന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ ലിസ്റ്റിൽ വന്നത്. അപ്പോൾ കട്ട് ഓഫ് എപ്പോഴും 50-ൽ താഴെയുള്ള റേഞ്ച് ആയിരുന്നു ഇതിൻ്റെ എല്ലാം കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ കോൺഫിഡൻസിൽ നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾ ഒരു വലിയ സംഭവമായി മാറുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായി എന്ത്, ഇനി എനിക്ക് അപ്പോഴേക്കും നമ്മുടെ സെന്ററുകളിലാണെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷനൊക്കെ തുടങ്ങും. കാരണം ഞാൻ ലിസ്റ്റിൽ വന്നു, അതേപോലെ 6 മാസമാണ് പഠിച്ചുള്ളൂ, ലിസ്റ്റിൽ വന്നു. അപ്പം എന്ത് ചെയ്യും, അത്യാവശ്യം എല്ലാവരുമായിട്ട് ഒന്ന് എന്താണ് നമ്മുടെ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരം ഒന്നും ആരും പാഴാക്കത്തില്ല, എല്ലാവരുമായിട്ട് സംസാരം തുടങ്ങും. അതേപോലെ തന്നെ എന്താണ് കുറച്ച് പുതിയതായിട്ട് വന്ന പിള്ളേരുടെ അടുത്ത് നമ്മൾ കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കും. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ അങ്ങനെയാണ് പഠിച്ചോളൂ 6 മാസം, അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. ഇന്ന റാങ്ക് ഫയൽ പഠിച്ചാൽ മതി, അതേപോലെ ഇന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക,
ഈ സാറിന്റെ നോട്ട് സൂപ്പറാണ്, ഇത് നോക്കിക്കോ. അങ്ങനെ നമ്മുടേതായിട്ട് കുറെ അഡ്വൈസ് വേറെ. അതേപോലെ തന്നെ ആ സമയത്താണ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കമ്പൈൻ സ്റ്റഡി ഗ്യാങ്ങുകൾ എന്ത് ചെയ്യുന്നത്, പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും സെന്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോരോ ഗ്യാങ്ങുകൾ സെപ്പറേറ്റ് ബെഞ്ചുകൾ വെച്ച് അവരുടെ ആളുകൾ മാത്രമായിട്ടായിരിക്കും അവിടെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകളൊക്കെ പഴയതായിട്ട് പഠിക്കുന്ന സീനിയർ ആളുകളുണ്ട്, അവരുടെ അടുത്തേക്ക് നമ്മളെങ്ങാനും ചെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവരെന്താണ്ട് പണ്ട് പട്ടി പെറ്റ് കിടക്കണ പോലെയാണ്. നമ്മളെ നോക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പേടിയായി പോകും. നമ്മൾ എന്ത് ചെയ്യും, പയ്യെ സ്കൂട്ടായി അവിടുന്ന് മാറിപ്പോരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഇതങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടേതായിട്ട് ഒരു ഗ്യാങ്, അതായത് എന്ത് ചെയ്യും, നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 7, 8, 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഗ്യാങ് സെറ്റ് ചെയ്ത് നമ്മുടെ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ പിടിച്ച് നമ്മൾ ഒരു കമ്പനി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളപ്പോൾ ഫുൾ സന്തോഷത്തിലാണ് ലിസ്റ്റിലൊക്കെ വന്നത്. അന്ന് എന്ത് ചെയ്യും, എന്തായാലും LDC ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോവാണ്, സെക്രട്ടേറിയറ്റിന്റെ BDO ഇത് പിടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. SIയും വന്റ്, എക്സൈസ് ഇൻസ്പെക്ടറും വന്റ്, തട്ടിയേക്കാം എന്നുള്ള ലെവലിൽ തന്നെ ഫുൾ മാരക കോൺഫിഡൻസിൽ നിന്ന് പഠിക്കും. അപ്പൊ ആ സമയത്ത് ചെറിയ ബ്രേക്ക് ഒക്കെ മുമ്പിൽ എടുക്കും. എന്താണ്, ലിസ്റ്റ് വന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഉത്സവങ്ങൾ പോവും, അതേപോലെ തന്നെ ചെറിയ കല്യാണങ്ങൾക്ക് പോകും. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യും, പൊങ്ങി അടിച്ചു പറയും, എന്ത് ലിസ്റ്റ് വന്നു, നമ്മൾ CPO ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഫയർമാൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് എക്സൈസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. പാവം കൊച്ച് ഇതൊന്നും അറിയുന്നില്ല എന്താണ് ഇതെന്നുള്ളത്. കാരണം എന്താണ്, നിലവിൽ അവൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ആ സമയത്ത് കുഞ്ഞു ബ്രേക്കൊക്കെ ആയിട്ടോ. അപ്പൊ എന്ത് ചെയ്യും, കുഞ്ഞു ബ്രേക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങ് പോവാണ്. അന്നും നമ്മുടെ കയ്യിൽ നോ ജോബൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എന്താണ്, ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ടേക്ക് പോവാണ്. അതിന്റെ കൂടെ നമ്മുടെ പഠനവും അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ പഠനം മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ സമയത്ത് നമ്മുടെ യഥാർത്ഥ വില്ലന്മാരെത്തുന്നത്. അതായത് സെക്രട്ടേറിയറ്റിന്റെ BDO ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഒരു ചകര, അതേപോലെ തന്നെ എന്താണ്, പാവപ്പെട്ടവന്റെ IAS എന്നറിയപ്പെടുന്ന LDC മുതലായിട്ടുള്ള മറ്റൊരു എക്സാമിന്റെ മറ്റൊരു കട്ടക്കലിപ്പ്. അപ്പൊ എന്താണ്, അന്ന് നമ്മുടെ കൊച്ചിനറിയില്ല എന്താന്നുള്ളത്, ഈ പറയുന്ന ജോബ് അടിച്ചെടുക്കാനായിട്ട് അതായത് നമ്മുടെ ഈ പോലീസ്, ഫയർമാൻ, എക്സൈസ് എഴുതിയ പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള മാരക കോൺഫിഡൻസിൽ ആ പഠനം അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും. സ്റ്റഡി മുന്നോട്ടേക്ക് പോവാണ്. അതിഗംഭീരമായിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തു, കമ്പൈൻ സ്റ്റഡി അങ്ങനെ തന്നെ പോകുന്നു. ഇടയ്ക്കൊക്കെ ഗ്യാപ്പിൽ മുങ്ങുന്നു, അതേപോലെ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. കാരണം എനിക്ക് എല്ലാം അറിയാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ചില ക്ലാസ്സുകളൊന്നും എനിക്ക് കയറിയില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. അതേപോലെ തന്നെ എന്താണ്, അന്ന് വരെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ പിന്നെ എന്ത് ചെയ്യത്തില്ല, എക്സാമുകളൊക്കെ സ്കിപ്പ് ചെയ്തു പോകും. അതൊക്കെ ഞാൻ പഠിച്ചതാണ്. വെറുതെ 1.25 മണിക്കൂർ അവിടെ ഇരുന്ന് എക്സാം എഴുതി എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അവരെന്ത് ചെയ്യും, സ്കിപ്പ് അടിക്കും. അങ്ങനത്തെ കോൺഫിഡൻസ് ആണല്ലോ. സ്റ്റഡി മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മുന്നോട്ടേക്ക് പോയി അവസാനം എക്സാം കഴിഞ്ഞു. അന്ന് തിരിച്ചറിയുകയാണ്, ഞാൻ പഠിച്ചതൊന്നുമല്ല PSC എക്സാമിൽ ചോദിക്കുന്നുള്ളത് അന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, കറണ്ട് അഫയേഴ്സ്, GK, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം വച്ചലക്കിയതൊന്നും ആർന്നില്ല എന്ത് ചോദിച്ചത്, PSC ചോദിച്ചത്. അന്ന് തീരാണ് കട്ട ശോകം, മൂഡ് ഓഫ് തീർന്നു, വെടിക്കെട്ടും അതേപോലെ തന്നെ എന്താണ് കുന്തളിപ്പും എല്ലാം. അതായത് അന്ന് വരെ എന്തായിരുന്നോ ഞാൻ എന്നുള്ളതിന്റെ അഹങ്കാരം എന്നേക്കുമായി തീർക്കാനായിട്ടായിരുന്നു ശരിക്കും ആരുടെ കടന്നുവരവ്, LDC അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ്. അതോടുകൂടി അന്ന് വരെ ഉണ്ടായിരുന്ന കോൺഫിഡൻസിന്റെ അടിത്തറ ഇളക്കി മാന്തി പൊളിച്ചടക്കിയിട്ടു LDCയും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസും. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. വീണ്ടും ഇനി എന്താണ് ആവശ്യം, അതായത് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ വെറും പുക മാത്രം. എക്സാമുകൾ അത്രയും നാളും പഠിച്ചത് വെറുതെ ആയി എന്നുള്ള ചിന്തകൾ മാത്രം അലട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് അത്രയും നാളും കോൺഫിഡൻസ് തന്നതുമായിട്ടുള്ള നമ്മുടെ പഠനം, നമ്മുടെ അറ്റപ്പറ്റ കൂടിയിരുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും, ലിസ്റ്റ് വന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നില്ല, നിങ്ങൾ കഴിഞ്ഞ എക്സാമിലൊക്കെ ക്രാക്ക് ചെയ്ത ആളാണ്, എന്തുകൊണ്ട് ഇതിൽ വന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഓരോ കല്യാണത്തിന്റെയും ബാക്കി പരിപാടികളുടെയും കൂട്ടത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു കൊടുക്കും. അന്ന് നമ്മൾ പറഞ്ഞു, എക്സാം എഴുതിയ കാര്യം പൊങ്ങിയടിച്ച് ലിസ്റ്റിൽ വന്നോ, തീർന്നു വെടിക്കെട്ടും പരിപാടിയും. എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ആ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ബ്രേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് എടുക്കാൻ കേട്ടോ. ഫസ്റ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി കുറച്ച് നാളത്തെ വിശ്രമത്തിന് ശേഷമാണ് ഇന്ദുചൂടൻ എങ്ങോട്ട് വരുന്നുള്ളൂ, PSC കോച്ചിങ് സെന്ററിലേക്ക് വരുന്നുള്ളൂ. അതിനുശേഷം മാത്രമേ ഇനി പഠനം ആരംഭിക്കുന്നുള്ളൂ. ഇത്രയും നാൾ പഠിച്ചു, ഇനി ഒരു റെസ്റ്റ് ആവാം എന്നുകൊണ്ട് കുറച്ച് നാള് റെസ്റ്റ് എടുക്കാൻ കേട്ടോ. ഈ റെസ്റ്റോടുകൂടി ഇത്രയും നാളും പഠിച്ചതിന്റെ എല്ലാ പരിപാടികളും ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ച് തൊലച്ചു എന്ന് തന്നെ ഞാൻ പറയും മക്കളെ, തീർന്നു പിടിക്കട്ടെ. അതായത് ഇന്ന് ഇവിടെ എന്ത് ചെയ്യാണ്, ഇത്രയും നാളും പഠിച്ച നിങ്ങളുടെ പഠനമെല്ലാം അവസാനിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, പുതിയൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇനി നിങ്ങൾ ഈ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പലരുടെയും അവസ്ഥയാണോ ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടെന്ന്. ഒരു കുന്തവും ഇല്ല മൈൻഡിൽ, എല്ലാം പോയിട്ടുണ്ടാവും. കാരണം ഓപ്ഷനിലെ 4 എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ 4 എണ്ണം നോക്കി കഴിയുമ്പോൾ 4 എണ്ണത്തിനും കൺഫ്യൂഷൻ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുഞ്ഞു കൊച്ച് എന്താണോ അവൻ എഴുന്നേറ്റ് നടക്കുന്നത് ആ ലെവലിലാണ് ഫസ്റ്റ് ബ്രേക്കിൽ പോണേ. വീണ്ടും എന്ത് ചെയ്യാണ്, സ്റ്റഡി ആരംഭിക്കുകയാണ്. കാരണം എന്താണ്, നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ജോലിക്ക് കയറാനായിട്ട് പോകുന്നു. കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ ഉള്ള പ്രഷർ കൂടി വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നും പോയ, അതായത് അന്ന് പോയ കോച്ചിങ് സെന്റർ മാറ്റി അടുത്ത സ്ഥലത്തെ കോച്ചിങ് സെന്ററിലേക്ക് പോവാണ്. കാരണം അവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ എന്താണ് നിലവിൽ മനസ്സിലാവും, പരിചയമുള്ള ആളുകളാണ്. അപ്പൊ ഇനി അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലം തേടി, അല്ലെങ്കിൽ മറ്റൊരു മേച്ചിൽപ്പുറം തേടി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് നമ്മുടെ അടുത്ത സ്റ്റഡി, അതായത് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. വിട്ടു അടുത്ത സ്ഥലത്തേക്ക് പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ നമ്മളായിരിക്കും. കാരണം അന്ന് അവിടുത്തെ ബിഗിനേഴ്സ് ആൾക്കാരായിരിക്കും. നമ്മൾ മിണ്ടാണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കിലും തന്നെ നമ്മളായിരിക്കും. അപ്പൊ അത്യാവശ്യം നമ്മൾ സെറ്റായി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു വലിയൊരു ഗാങ്സ്റ്റർ, അതായത് വലിയൊരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും നമ്മുടെ ആയിട്ടുള്ള. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠനമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ പോകും. പക്ഷേ നമ്മൾ പഠിച്ച പഠനവും അതേപോലെ തന്നെ എന്താണ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ ലിസ്റ്റിലേക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠനം കൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അടുത്ത ലിസ്റ്റിലേക്ക് വരില്ല. അന്നും നമുക്ക് ജോബ് ഇല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ. അതായത് നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള ഒരു പ്രഷർ ആയിരിക്കും വരുന്നത്. കാരണം എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ജോലി കിട്ടുന്നില്ല. അതേപോലെ തന്നെ കാരണം അന്ന് പഠിച്ച ആ ഒരു പഠനത്തിന്റെ ഫ്ലോ പിന്നെ നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല മക്കളെ. അല്ലെങ്കിൽ അത്ര സപ്പോർട്ടീവായിട്ട് കൂടെ നിന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, ബ്രേക്ക് എടുക്കരുത്. ബ്രേക്ക് എടുത്തത് ശരിയാണെങ്കിൽ മക്കളെ തീർന്നു പിടിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് ബ്രേക്കിന് നമ്മൾ എടുക്കുകയാണ്. കാരണം ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര കഠിനമായ നിരാശ, അട്ര ഫ്ലോപ്പ്, ഒരു രക്ഷയില്ലാതെ നമ്മൾ എന്താണ് മുകളിലേക്ക് നോക്കി ഉത്തരത്തിൽ നോക്കി നിൽക്കുന്ന അവസ്ഥ. ഇനി മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ PSCക്ക് നോക്കണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്ക് കയറണോ, അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കണോ, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരുടെയും ഹൈ പ്രഷറിന്റെ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പെൺപിള്ളേരാണെങ്കിൽ ആ സമയത്ത് അവരെ പിടിച്ച് കെട്ടിക്കും. കാരണം ഇത്രയും നാൾ നീ പഠിച്ചു, ഇനിയും നീ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നീ ഇത്രയും നാളും പഠിച്ചിട്ട് നീ എന്ത് നേടി, അപ്പോൾ ഇനി നീ മുന്നോട്ടേക്ക് ഇനി പഠിക്കാനായിട്ടുള്ള സമയം ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എന്ത് ചെയ്യാണ്, ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് ഇന്നത്തെ ഇവിടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള അവസ്ഥ, ഈ നോട്ടിഫിക്കേഷൻ, അതായത് LDC 2024 എല്ലാവരുടെയും ലാസ്റ്റ് ആണ്. അതായത് ഫൈനൽ ബൗണ്ടറി. അതായത് ഇത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്തില്ല, ഇനി നിങ്ങൾക്ക് ഒരു എക്സാം ഇല്ല എന്ന് തന്നെ വിചാരിച്ച് പഠിക്കേണ്ട ആ ഒരു ടൈം. അതായത് ഒന്നുകിൽ നീ, അതായത് ഈ പറയുന്ന ആൺകുട്ടികളുടെ അടുത്ത് പറയും, ഒന്നുകിൽ നീ പ്രൈവറ്റ് ജോബിന് നോക്കുക, കയറിക്കോ, പരിപാടി നിർത്തിക്കോ. ഇത്രയും നാളും പഠിച്ചു, ഇനി വന്നില്ലല്ലോ, നിർത്തിക്കോ. അടുത്ത് പെൺകുട്ടികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് പറയും, കെട്ടിച്ചു വിടാൻ പോവാണ്, ഇനി നീ പഠിക്കൊന്നും വേണ്ട, നിർത്തിക്കോ പരിപാടി. അടുത്തത് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ, പാവങ്ങൾ. കാരണം എന്താണ്, അവരുടെ ഏറ്റവും വലിയ സ്വപ്നവും അതേപോലെ തന്നെ എന്താണ്, അവരുടെ എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ ഒരു LDC എന്ന് പറയുന്നത്. അവരുടെ എല്ലാം എന്താണ്, ഈ പറയുന്ന അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, അവർ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ ഒരു LDCക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചാൻസ്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് വീട്ടുകാർ ഇങ്ങനെയുള്ള എല്ലാവരും പറയും,
ഇത്രയും നാൾ നീ പഠിച്ചു, ഇനിയും നിനക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു എക്സാമും കൂടെ നീ എന്ത് ചെയ്തോ, വേണമെങ്കിൽ പഠിച്ചോ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തോ, പേനയും ബുക്കും പേപ്പറും എല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞ് പരിപാടി നിർത്തിക്കോ. എൻ്റെ പൊന്നുമോനെ, ഇനി പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു സ്ഥലത്തേക്കും വിടാൻ പറ്റത്തില്ല. എനിക്ക് ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരുടെയും, അതായത് ഇന്ന് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, അപ്പോഴാണ് ഈ ന്യൂ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള LDCയുടെ വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പഠനം നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ഈ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയാനായിട്ട് ഒത്തിരി ആളുകളുണ്ട്. അതായത് ഈ പറയുന്ന ജോലി കിട്ടാത്ത ആളുകളുടെ എന്താണ് ആളുകൾ നമ്മുടെ അടുത്ത് വരും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കുറേ എന്താണ് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന പരിചയക്കാര്, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, അതായത് ഇത് സാധാരണക്കാർക്കൊന്നും കിട്ടുന്ന പരിപാടിയല്ല. ചുമ്മാ ഇതിനു വേണ്ടി സമയം കളഞ്ഞ് വെറുതെ ലൈഫ് സ്പോയിൽ ആവരുത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എന്നേക്കുമായിട്ട് ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വേറെ വല്ല പരിപാടി നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ കുറേ അഡ്വൈസ്. അതായത് എല്ലാവർക്കും നമുക്കറിയാം എന്താണ്, ഉപദേശങ്ങൾ പറയാൻ ആർക്കും പറ്റും, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കാനാണ് പാട്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രവർത്തിച്ച് നിങ്ങളുടെ കാണിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഉപദേശങ്ങളുമായിട്ട് നമ്മൾ അവിടെ നിൽക്കും. അന്ന് മക്കളെ, നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്താന്നുള്ളത്. നമ്മൾ പഠിച്ച പഠനങ്ങളൊന്നും ആയിരുന്നില്ല പഠനം എന്നുള്ളതും. അതേപോലെ നമുക്ക് ഇത്രയും നാള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്ത് പഠിച്ചു, ഇനി ഞാൻ എന്തുകൊണ്ട്, അപ്പൊ അന്നാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ മിസ്റ്റേക്ക് ഒക്കെ എന്താന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് ഞാൻ പിന്നീടൊന്നും ലിസ്റ്റുകളിൽ വരാതിരുന്നത്, അതേപോലെ തന്നെ ഞാൻ വന്ന ലിസ്റ്റുകളൊക്കെ ദൂരത്തിലുള്ള ലിസ്റ്റുകളായി മാത്രം മാറിയത് എന്താന്നുള്ളതിൻ്റെ ഒക്കെ എന്താണ് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം ഇത്രയും നാളും പഠിച്ച പഠനം അതൊരു പഠനമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ എല്ലാവരും ജോലിക്ക് കയറി, അവരെല്ലാവരും സെറ്റിലായി, അവരെല്ലാവരും വേറെ ലെവലിലേക്ക് എത്തി. ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയായി, ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇടുക. അപ്പോൾ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എന്താണെന്നുള്ളതും, ഇത്രയും നാൾ നിങ്ങൾ പഠിപ്പിച്ച ആളുകളും നിങ്ങളെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അന്ന് നിങ്ങൾ മാറും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും, മാറും. എന്താണോ ഇനി PSCക്ക് വേണ്ടി പഠിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് നോക്കി ആൻസർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എവിടെയാണോ പോരായ്മകൾ വരുന്നത്, ആ പോരായ്മകൾ ഞാൻ നികത്തി മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ മാറും. അന്ന് തുടങ്ങുകയാണ് നിങ്ങൾ എന്തിലേക്ക്, ഏറ്റവും വലിയ യാത്ര, അതായത് ജോലിക്ക് കയറാനുള്ള യാത്രയിലേക്കുള്ള പ്രയാണം അന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അതുവരെയും നിങ്ങൾ പഠിച്ചതൊന്നും പഠനമായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെയോ എവിടെ നിന്നോ അവിടെ നിന്നോ ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അതെല്ലാം പഠിച്ചു. പക്ഷെ എന്നിട്ടൊന്നും നമ്മൾ എന്തായില്ല, ഒന്നുമായില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു ദിവസം അത് വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ എന്താണ്, ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്ന വിഷമം ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നത്. അന്ന് നിങ്ങൾ മാറും. നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ കോഡുകളും അതേപോലെ തന്നെ ഈ പറയുന്ന സാറും ബാക്കി കാര്യങ്ങളും ഇതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ഒരു ദിവസം, അതായത് എല്ലാത്തിൽ നിന്നും ഒഴിവായി നിങ്ങളുടെ കംഫർട്ട് സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നിങ്ങൾക്ക് അത് വേണമെന്ന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ഒരു ദിവസം, അന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഏറ്റവും ഗംഭീരമായിട്ട്, അതായത് നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അങ്ങേറ്റം ലെവലിൽ നിങ്ങൾ ഇരുന്ന് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ലിസ്റ്റിൽ വരും. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അതിന് ബാക്കിലേക്ക് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ആദ്യത്തെ 100 റാങ്ക് വേണ്ട, ആദ്യത്തെ 50 റാങ്കിൽ വരുന്ന ആ ഒരു ദിവസം, അതായത് മുകളിൽ നിന്ന് നിങ്ങളുടെ പേര് നോക്കേണ്ട ആ ഒരു ദിവസം, അതാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള നിങ്ങൾ വരുന്ന ആ ലിസ്റ്റ്, നമ്മുടെ LDC 2024. അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എന്നേക്കുമായി മറന്ന് നിങ്ങൾ എന്ത് ചെയ്യും, അത്യധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു ദിവസം, അതാണ് ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്വപ്നം കാണേണ്ടത്. പിറ്റേ ദിവസം അഡ്വൈസ് വരുന്നു, അതേപോലെ തന്നെ എന്താണ്, അപ്പോയിൻമെന്റ്
കോൺഫിഡൻറ്റ്, അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഒരു കരിയർ നിങ്ങളായിട്ട് തന്നെ കെട്ടിപ്പടുത്തുന്ന ആ ഒരു ദിവസം, അതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് PSC ആസ്പിറന്റ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ PSC ആസ്പിറന്റ് ടൈപ്പ് 1 ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ 99% ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ നിന്നും വന്ന് പഠിച്ച് സെറ്റായി ജോലിക്ക് നേടിയവരാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം PSC ആസ്പിറന്റ് ടൈപ്പ് 2 എന്ന് പറയുന്ന തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ. ഇവരെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇവരുടെ മുന്നിൽ ആകപ്പാടെ ഒറ്റയ്ക്കൊരു ലക്ഷ്യം മാത്രം ഉണ്ടാവുള്ളൂ. അതായത് എന്താണ്, എനിക്കൊന്നുകിൽ എന്താണ് പോലീസ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫയർമാൻ ആവണം, അല്ലെങ്കിൽ എക്സൈസ് ആവണം. ഈ ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് മുന്നിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്ക് LDC വേണ്ട, അതേപോലെ തന്നെ LGS വേണ്ട, ഈ പറയുന്ന എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ നിങ്ങൾ അടുത്തിരുന്ന് പഠിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്ക് ആകെ ഉള്ളത് എന്തായിരിക്കും, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്പോർട്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ PSC ആസ്പിറന്റ് 2 എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്താണ്, വരുന്നു, പഠിക്കുന്നു, ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ആ സെൻറ്ററിൽ നിന്നൊന്നും പോകത്തു പോലുമില്ല. അല്ലെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പഠിച്ച് ഇങ്ങനെ ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വേറെ ഒന്നുമില്ല, എന്താണ്, ഫുൾ ടൈം പഠനമായിരിക്കും. അവരുടെ മുന്നിൽ ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ, അവരൊരു യൂണിഫോം ഇട്ട് എന്താണ് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ദിവസം, അത് സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ. അത് ഓൾമോസ്റ്റ് അങ്ങനെ വരുന്ന എല്ലാവരും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളായിരിക്കും. അവർക്ക് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ എനിക്കൊരു പോലീസ് ആയാൽ മതി എന്നുള്ള കാഴ്ചപ്പാടുമായിട്ട് വരുന്ന, അതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ, അവര് കൂടുതൽ നാളൊന്നും നമുക്ക് കാണാനായിട്ട് വരില്ല. മിക്കപ്പോഴും ബാക്ക് ബെഞ്ചിലോ അല്ലെങ്കിൽ എന്താണ് ഒത്തിരി കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത വളരെ മിതമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ, അവരെന്ത് ചെയ്യും, നേരെ അടുത്ത എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നു. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ലിസ്റ്റിൽ വരുന്നു, ഹാപ്പി ആവുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജോബിൽ അവരെന്ത് ചെയ്യും, സെറ്റ് ആവുന്നു. പിന്നെ കാണുന്നത് അടുത്തൊരു സ്റ്റാറ്റസ് ആണ്, ഫിസിക്കൽ പാസ്സായി. ഫിസിക്കൽ പാസ്സായി എന്ന് പറയുന്ന എന്താണ് ആ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും പിന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവരെന്ത് ചെയ്യും, പിന്നെ അടുത്തൊരു ജോലിക്കൊന്നും വേണ്ടി അവർ പഠിക്കാനായിട്ടൊന്നും നിൽക്കത്തൊന്നുമില്ല. എന്ത് ചെയ്യും, അവിടെ വെച്ച് തന്നെ അവരുടെ ആ പരിപാടി, അതായത് എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് അവർ നേടി, ലിസ്റ്റിൽ വന്നു, ഫിസിക്കൽ കിട്ടി, എന്ത് ചെയ്യും, അവരുടെ സ്റ്റഡി അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അവരതിന് സാറ്റിസ്ഫൈഡ് ആണ്, വേറെ ഒരു പ്രശ്നം അവർക്കില്ല, അവരവിടെ വെച്ച് സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ്. അഡ്വൈസ് വന്നു, പിന്നെ എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത അപ്പോയിൻമെന്റ് ലെറ്ററും വരും. പിന്നെ ഒരു സ്റ്റാറ്റസ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കാണാനായിട്ട് പറ്റും. എന്ത്, ഈ പറയുന്ന അഡ്വൈസും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ്. അതോടുകൂടി അവരുടെ പരിപാടി പിന്നെ പാസിംഗ് ഔട്ടിന്റെ അന്ന് മാത്രമായിരിക്കും അവരുടെ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റസ് കാണുന്നത്. അന്ന് വരെയും അവരെന്ത് ചെയ്യും, ആ ഒരു ലെവലിലുള്ള സ്റ്റഡി ആയിട്ട് പോകുന്ന ആസ്പിറൻസ് ആണ് PSC ആസ്പിറൻസ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിഫോം തസ്തികകളിലേക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അവരെയും നമുക്ക് കാണാൻ പറ്റും, അവർ പെട്ടെന്ന് ജോലി കിട്ടി പോകുന്ന ആളുകളായിരിക്കും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി കഴിഞ്ഞ അപ്പം തന്നെ എന്ത് ചെയ്യും, പരിപാടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് പരിപാടി ക്ലോസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥി. ഇനി അടുത്തതാണ് PSC ആസ്പിറന്റ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. PSC ആസ്പിറന്റ് ടൈപ്പ് 3 ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്, അവരെന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് അവർ മിക്കപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി ലെവൽ എക്സാംസ്, അതേപോലെ തന്നെ LDCക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളായിരിക്കും. മിക്കപ്പോഴും ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 25 മുതൽ 30 വയസ്സ് വരെ എത്തി നിൽക്കുന്ന ആളുകളായിരിക്കും PSC ആസ്പിറൻസ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC പഠനം സ്റ്റാർട്ട് ചെയ്യും. അവരങ്ങനെ വലിയ എന്താണ് ഈ പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ പോലെയൊന്നും അവർ നേരത്തെ ഒന്നും വരത്തൊന്നുമില്ല. കറക്റ്റ് ടൈം ആയിരിക്കും. 10 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിക്ക് അവർ ക്ലാസ്സിൽ വരും. അതേപോലെ തന്നെ എന്താണ്, ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട്, ആ ബ്രേക്കിന്റെ സമയത്ത് അങ്ങനെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാനോ അതേപോലെ തന്നെ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മാത്രം അതിനുള്ള ആൻസർ മാത്രം പറഞ്ഞ് അവിടെ ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഓരോ ചെറിയ ചെറിയ പ്ലേസുകളിൽ മാത്രം ഒതുങ്ങി, ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത, വളരെ എന്താണ് ഒന്നോ രണ്ടോ പേര് മാത്രമായിട്ട് കമ്പൈൻ സ്റ്റഡിക്കൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തതും, ചിലപ്പോൾ കമ്പൈൻ സ്റ്റഡിക്കൊന്നും അവർ ഒരിക്കലും വരത്തു പോലുമില്ല, ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അതും അവർക്ക് വേണ്ട ക്ലാസ്സുകളിൽ മാത്രം വന്നു പോകുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ. അവർ മിക്കപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടായിരിക്കും. അത് അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ മിക്കവാറും എന്താണ് BTech സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സയൻസ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും, ഇംഗ്ലീഷ് സെറ്റ് ആയിരിക്കും, മാത്സ് സെറ്റ് ആയിരിക്കും, മലയാളം സെറ്റ് ആയിരിക്കും. ആകെ അവർക്ക് സെറ്റ് ആവേണ്ട എന്താ,
കുറച്ച് GK മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഇടയ്ക്ക് വന്ന് വരവൽ കൂടി എന്ത് ചെയ്യുന്നത്, പഠിച്ചിട്ട് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം എന്ത് ചെയ്യില്ല, ഒറ്റ ദിവസം പോലും വരാതിരിക്കില്ല. വരുന്ന ദിവസം അവരുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അവരുടേതായിട്ടുള്ള ഒരു സെറ്റപ്പിലും ആയിരിക്കും അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 10th ഫുൾ A+ ആയിരിക്കും, +2 ഫുൾ A+ ആയിരിക്കും. അതേപോലെ ഡിഗ്രിയോ അല്ലെങ്കിൽ ബിടെക് ഒക്കെ മിക്കവാറും റാങ്ക് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ ടൈപ്പ് 3 PSC ആസ്പിറൻസ്. ഇന്ന് ഒട്ടുമിക്കോള എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷനുകളിലും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ PSCയുടെ നമ്മുടെ കോച്ചിങ് സെന്ററുകളിലെയും ആദ്യത്തെ 1ാം റാങ്കുകളിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളും ആര് തന്നെയായിരിക്കും, ഇവർ തന്നെയായിരിക്കും. അതായത് കോമൺ സ്റ്റുഡൻസ് അല്ല അവര് ഹൈ റേഞ്ച്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പഠനം കിട്ടാതെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഒരു ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യും, വീട്ടിൽ മാത്രം മാറി നിന്നായിരിക്കും അവർ പഠിക്കുന്നത്. അതേപോലെ അവരുടേതായിട്ടുള്ള ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി മാത്രം നിന്ന് പഠിക്കുന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ. അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ഡിഗ്രി ലെവലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. LDC കിട്ടാം അല്ലെങ്കിൽ LDC ഉറപ്പായിട്ടും കിട്ടും. ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. LD കിട്ടിയാലും അവരെന്ത് ചെയ്യത്തില്ല, എക്സാം അവിടെ വെച്ച് അവസാനിപ്പിക്കില്ല. അവർ വീണ്ടും എങ്ങോട്ടേക്ക് പോകും, ഡിഗ്രി ലെവലിലുള്ള എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിനൊക്കെ പോയി അവരുടെ ആഗ്രഹം കിട്ടുന്നവരെയും. അത് അങ്ങനെ തരം ഒരു കാറ്റഗറിപ്പെട്ട ആളുകൾ, അങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാളുകൾ. അവരുടെ എന്താണ് ഫ്രണ്ട്സ് അവർക്ക് ആരും തന്നെ ഉണ്ടാവില്ല, മറ്റുള്ളവരുമായിട്ട് യാതൊരു ഡിസ്കഷൻ ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് ആരുമായിട്ട് കൂടുതൽ മിങ്കിളൊന്നും ചെയ്യത്തില്ല. നന്നായി പോയാലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ഈ ടൈപ്പ് 3 കാറ്റഗറിപ്പെട്ട ആളുകൾ കൂടുതലായിട്ടും സംസാരിക്കാത്തത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്നത്തെ ഓൺലൈൻ ആപ്ലിക്കേഷനുകളും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കോച്ചിങ് സെന്ററുകളുടെ ആദ്യത്തെ 1ാം റാങ്കുകൾ എന്നറിയപ്പെടുന്നത് ഇവരായിരിക്കും. 1ാം റാങ്ക് നമുക്ക് എന്താണ്, ഈ 50/100 നമുക്ക് ആദ്യത്തെ ജോലി കിട്ടിയാൽ മതിയല്ലോ, 1ാം റാങ്കിലേക്കൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. ഇവരായിരിക്കും 1ാം റാങ്കുകാർ. ഇവരെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവരുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇൻബോൺ ആയിട്ട് തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, 10ൽ ഫുൾ A+, +2 ഫുൾ A+, ഡിഗ്രിയിൽ അല്ലെങ്കിൽ PG അല്ലെങ്കിൽ ഈ പറയുന്ന ബിടെക്കിലെ റാങ്ക് ഹോൾഡേഴ്സ്, ഹൈ റേഞ്ച്. അതായത് വേറെ എന്തൊക്കെയോ എന്താണ് പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വഴിതെറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഈ പറയുന്ന പേരൻസിന്റെ എന്താണ് പുഷ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ PSCയിലേക്ക് വരുന്നത്. അവർക്ക് എപ്പോഴും IT ഫോംസ് അല്ലെങ്കിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ എന്താണ് ഹൈഫൈ ജോബാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇവര് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ആപ്ലിക്കേഷനുകളൊക്കെ 100 ദിവസം അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ 100 പേർക്ക് പ്രൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ 1ാം റാങ്ക് ഓൾ കേരള എക്സാംസ് അങ്ങനെയുള്ള എക്സാംസുകളൊക്കെ നടത്തുമ്പോൾ ഇവരായിരിക്കും ഈ പറയുന്ന എക്സാമുകൾ ഇവര് നിരന്തരമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും. ഓക്കെ, അപ്പൊ എക്സാമുകൾ നിരന്തരമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് തന്നെ ആദ്യത്തെ റാങ്ക് ആർക്കായിരിക്കും, ഇവർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഏതൊരു മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം 1ാം റാങ്കുകൾ ഈ പറയുന്ന PSC ആസ്പിറന്റ് ടൈപ്പ് 3യിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളായിരിക്കും. അവര് എല്ലാ എക്സാമുകളും എഴുതി ക്രാക്ക് ചെയ്യും. അവരുടെ എല്ലാം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാ ആപ്ലിക്കേഷന്റെ കയ്യിലും ലഭ്യമായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു കോഴ്സും ഓഫർ ചെയ്ത് അത് വേണമെങ്കിൽ അവർക്ക് എടുക്കാം, ഉപയോഗിക്കാൻ എന്തുവേണം ചെയ്യാം. അവരുടെ എല്ലാ ഡേറ്റാസും ഇവരുടെ എല്ലാം കയ്യിലുള്ളത് കൊണ്ട് തന്നെ 1ാം റാങ്ക് എന്നും ആർക്ക് തന്നെയായിരിക്കും, ഈ പറയുന്ന ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് പല ആപ്ലിക്കേഷനുകളിലും സെയിം ആളുകളുടെ ചിത്രം തന്നെ 1ാം റാങ്കിലേക്കൊക്കെ വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഞാൻ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയതാണ്. കാരണം നമുക്കെപ്പോഴും ആദ്യത്തെ ഒരു 100 റാങ്കിൽ ജോലി കിട്ടി നമ്മുടെ ലൈഫ് സെറ്റായാൽ മാത്രം മതി. ഓക്കെ, അത്രയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരിക്കലും എന്നെ മാത്രം ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് കംഫോർട്ടായത് എന്താണോ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് ഉറപ്പുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്തും പഠിച്ച് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ജോലി കയറി രക്ഷപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളുടെ അടുത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ PSC ആസ്പിറൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ കഴിഞ്ഞ് ജോലി കിട്ടുന്നതും ടൈപ്പ് 1 കാറ്റഗറിപ്പെട്ട ആളുകളാണ്. അതായത് ഏറ്റവും പാവപ്പെട്ട
എന്താണ് എല്ലാം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പാവം ഉദ്യോഗാർത്ഥികളാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ആത്മാർത്ഥതയൊക്കെ നിറകുടം എന്ന് പറയാൻ പാത്തിനുള്ള, എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സും എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ള മനസ്സൊക്കെയുള്ള അങ്ങനത്തെ കുറെ പാവ ഉദ്യോഗാർത്ഥികൾ. അതായത് മിക്കപ്പോഴും ഒരു എന്താണ് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതും സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും. പിന്നെ വരുന്ന ടൈപ്പ് 2 എന്ന് പറയുന്നത്, അതായത് എന്താണ് യൂണിഫോം ജോബ്സ് അതൊരു ഡ്രീമായിട്ട് തന്നെ എന്നും സ്വപ്നം കണ്ട് എന്താണ് വാട്സപ്പിലൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ വിക്രമാദിത്യൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ആയിരിക്കും ഇവരുടെയൊക്കെ എപ്പോഴും വരുന്നത്. അപ്പൊ അത്രത്തോളം ആ ഒരു എന്താണ് ജോലിയെ ഇഷ്ടപ്പെട്ട് പഠിച്ച ആളുകളാണ് ടൈപ്പ് 2. ഇതേപോലെ തന്നെ ടൈപ്പ് 3. ഞാൻ ഇത് കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ മക്കളെ, ഇത് ഓരോരുത്തർക്കും ഓരോരോ ശൈലികളുണ്ട്, ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിച്ച് കണ്ടോ ഇവരുടെ മാത്രം ഡ്യൂറേഷൻ കണ്ടോ. ടൈപ്പ് 3 അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പഠിക്കുന്നു, പെട്ടെന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് ജോലിക്ക് കയറുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ലൈഫ് സെറ്റിൽ ആവുന്നു. ഓക്കെ, നോക്കി ലൈഫ് അവരെന്ത് ചെയ്യാണ്, സെറ്റിൽ ആവുകയാണ്. അതായത് നിമിഷം, അതായത് ഏകദേശം ഒരു 1 ഇയർ 2 ഇയറിനൊക്കെ ഉള്ളിൽ എന്ത് ചെയ്യാണ് അവർ ലൈഫ് അവരെന്താന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ അല്ലാതെയുള്ള പഠനമാണ് നമ്മളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, റാങ്ക് ലിസ്റ്റിലൊന്നും വരാതെ. നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ടൊരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിൽ എല്ലാവരും നിങ്ങൾ എന്താണ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കിടിലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എല്ലാ ദിവസങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക. ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ വളരെ ഗംഭീരമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും 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 ഇനിയുള്ള സമയങ്ങൾ പക്ക റിവിഷൻ അടിക്കുക. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, ഒരിക്കലും അതെന്ത് ചെയ്യരുത്, കളയരുത്. അതൊരു 15 മാർക്കിലേക്കെങ്കിലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അന്നും ആദ്യവും തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് ആദ്യം മറികടക്കുക. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ കഴിഞ്ഞ 2021 ഓരോ ജില്ലയിലുമുള്ള ആൾക്കാരുടെ കട്ട് ഓഫ് ആദ്യം മറികടക്കുക. അതിനുശേഷം അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് 5 മാർക്കെങ്കിലും പ്ലസ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മാർക്ക്, അങ്ങനെ ഒരു 12 മാർക്ക് നമ്മൾ അഡീഷണൽ കഴിഞ്ഞൊരു എന്താണ് 2021 നമ്മുടെ കട്ട് ഓഫിൽ നിന്നും കൂടുതൽ വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു 100 റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാനുള്ളത്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു നിങ്ങൾ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.